ഇന്ത്യൻ ഓഹരി വിപണികൾ ബുധനാഴ്ച ചെറിയ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. BSE മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സൂചികൾ യഥാക്രമം 1% വീതം ആണ് താഴ്ന്നിട്ടുള്ളത്. നിഫ്റ്റിയിലെ റേഞ്ചുകൾ നമ്മൾ നോക്കുകയാണ് 23,500, 24,200 റേഞ്ചിലാണ് ബുധനാഴ്ച വ്യാപാരം നടത്തിയിട്ടുള്ളത്. നിലവിൽ നമ്മൾ ചാർട്ട്, നിഫ്റ്റിയുടെ ഇൻട്രാഡേ ചാർട്ട് നോക്കിയാൽ അതിലൊരു ഹാമർ കാൻഡിൽ സ്റ്റിക്ക് രൂപീകരണം നടന്നിട്ടുണ്ട്. അത് ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 200 ഡേ EMI സമീപമാണ് ക്ലോസിംഗ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 23,500 നിലവാരത്തിൽ നമുക്ക് ആ റേഞ്ചിൽ ശക്തമായ ഒരു പിന്തുണ, അതായത് ഒരു സപ്പോർട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ ലെവലിന് താഴെ 23,500 താഴെ ക്ലോസിംഗ് നടത്തിയാൽ അവിടെ ഒരു വിൽപ്പന സമ്മർദ്ദം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൂടാതെ ടോപ്പ് ഗെയിനേഴ്സായി 10 ഓഹരികളിൽ നോക്കിയാൽ ഓയിൽ ഇന്ത്യ, പിന്നെ ONGC, L&T ഫിനാൻസ്, ഗെയിൽ, കൂടാതെ ബർജർ ഫൈൻസ്, L&T മൈൻഡ് ട്രീ, LTI മൈൻഡ് ട്രീ, TCS, റിലയൻസ്, ITC, SRF. ഇതാണ് 10 ഗെയിനേഴ്സ്. നമ്മൾ ഇനി 10 ലൂസേഴ്സ് എടുത്താൽ ഡിക്സൺ ടെക്നോളജീസ്, 197 Paytm, IGL, ലൂപ്പിൻ, അപ്പോളോ ഹോസ്പിറ്റൽ, ഏഞ്ചൽ വൺ, PB ഫിൻടെക്, PVR ഐനോക്സ്, പോളിക്യാബ്, യുണൈറ്റഡ് ബ്രൂവറീസ്. ഇതാണ് ഈ 10 ഓഹരികൾ ടോപ്പ് ലൂസേഴ്സിലും പെടുന്നതാണ്. 52 വീക്ക് ഹൈ കാണിച്ചത് മാക്സ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഓഹരിയാണ്. 52 വീക്ക് താഴെ പോയത് ബന്ധൻ ബാങ്ക്, ആരതി ഇൻഡസ്ട്രീസ്, ആസ്ട്രൽ, യെസ് ബാങ്ക്, IRCTC, ബിർള സോഫ്റ്റ്, കണ്ടെയ്നർ കോർപ്പറേഷനാണ്. മാർക്കറ്റ് ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2,914 ഓഹരികൾ ട്രേഡ് ചെയ്തതിൽ 952 ഓഹരികൾ നേട്ടത്തിലും 1,865 ഓഹരികൾ നഷ്ടത്തിലുമാണ് ബുധനാഴ്ച ക്ലോസിംഗ് നടത്തിയിട്ടുള്ളത്. 97 ഓഹരികളുടെ വില മാറ്റമില്ലാതെ നിന്നു. 88 ഓഹരികൾ അപ്പർ സർക്യൂട്ടിൽ പോയപ്പോൾ 77 ഓഹരികളാണ് ലോവർ സർക്യൂട്ടിൽ പോയത്. ഇന്ത്യ വിക്സ് എടുത്തു നോക്കിയാൽ 1.33% താഴ്ന്ന് ഇപ്പോൾ 14.47 ലെവലിലാണ് ഇന്ത്യ വിക്സ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് മാർക്കറ്റിൻ്റെ ഒരു ഡാറ്റ. അതുകൂടാതെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളിൽ നമ്മൾ 7-ാം തീയതി വരെ ഡാറ്റ എടുത്തു നോക്കിയാൽ ആകെ 8,569 കോടിയുടെ ഓഹരികൾ അവർ വിൽപ്പന നടത്തിയപ്പോൾ നമ്മളുടെ ആഭ്യന്തര നിക്ഷേപകർ 9,898 കോടി ഓഹരികളെ വാങ്ങിയിട്ടുണ്ട്.